ഈ ഫോട്ടോയിൽ കാണുന്ന മുഹമ്മദ് ജാഫർ എന്ന ഈ വ്യക്തി കാസർഗോഡുകാരനാണ്. ഞങ്ങൾ 3 വർഷത്തിലായി സ്നേഹത്തിലായിരുന്നു. ഞാനൊരു ഹിന്ദു ആയിരുന്നു. എന്നെ ഇസ്ലാമിലേക്ക് മാറണമെന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ പൂർണ്ണമായിട്ടും എല്ലാം ചേഞ്ചാക്കി. എൻ്റെ ഫാമിലിനെ എന്നിൽ നിന്ന് അകറ്റി, എന്നെ അവരിൽ നിന്നെല്ലാം വെറുപ്പിച്ച് എന്നെ പ്രണയം, ഒളിച്ചോട്ടം, വിവാഹം, ബ്രേക്കപ്പ്, ഇതൊക്കെ ഒരു ട്രെൻഡായി മാറി കഴിഞ്ഞു എന്ന് പറയാതെ വയ്യ. വീട്ടുകാരുടെ എതിർപ്പുകളെ വകവെക്കാതെ സ്നേഹിച്ച ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോയി ചതിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പ്രണയിച്ചാൽ പിന്നെ ചതിക്കരുത്, അതൊരു മാതിരി വൃത്തികെട്ട പരിപാടിയാണ്. ചതിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് പ്രണയിക്കുന്നത്? നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആവാം, അതിന് കുഴപ്പമില്ല. കാരണം പ്രണയിച്ചു എന്ന് കരുതി എല്ലാ കാലവും ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞോളന്നില്ലല്ലോ. പക്ഷെ അങ്ങനെ ബ്രേക്കപ്പ് ആകുമ്പോൾ അത് മറ്റേ ആളോട് വിശ്വാസവഞ്ചന കാണിച്ചുകൊണ്ടാകരുത് എന്ന് മാത്രം. പ്രണയത്തിൽ ചതി വരാൻ പാടില്ല, അങ്ങനെ വരാനേ പാടില്ല. പക്ഷെ കുറച്ചു കാലമായിട്ട് അത് അങ്ങനെയാണ്. പ്രണയമുണ്ടോ അവിടെ ചതിയുണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. ഞാൻ ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ആയിഷ ജപ്പി എന്ന് പറയുന്നൊരു പെൺകുട്ടി അവൾക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളൊരു ഹിന്ദു പെൺകുട്ടിയായിരുന്നു. ഒരു കാസർഗോട്ടുകാരൻ ചെക്കനുമായി ഇവൾ പ്രണയത്തിലായി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവൾ എന്താക്കി, വീട്ടുകാർ ഉപേക്ഷിച്ച് ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് മാത്രമല്ല മതം മാറി മുസ്ലിം ആവുകയും ചെയ്തു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ദുബായിലേക്ക് പോയി. ചെക്കൻ ദുബായിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ദുബായിൽ എത്തിയപ്പോഴാണ് ഇവന്റെ തനി നിറം പെൺകുട്ടിക്ക് മനസ്സിലാകുന്നത്. ഇവനൊരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവന്റെ അവിടുത്തെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും നാട്ടിലേക്ക് പോരേണ്ടി വന്നു. നാട്ടിലേക്ക് വന്നതോടെ പിന്നെ ഇവൻ ഇവളെ തിരിഞ്ഞു നോക്കാതെയായി. വളർത്തിയ മാതാപിതാക്കളും സ്നേഹിച്ച ചെക്കനും നഷ്ടപ്പെട്ട അവസ്ഥയായി ഇവൾക്ക്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഇവള് മറ്റൊരു കാര്യം അറിയുന്നത്. ഇവന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു അത്. ഇവനും ആ സ്ത്രീയും തമ്മിൽ ഒടുക്കത്തെ അവിഹിതം. അവസാനം ആ പെണ്ണ് ഗർഭിണി വരെയായി, അബോർഷൻ വരെ ചെയ്യേണ്ടി വന്നെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിന്റെ വിശദ വിവരങ്ങൾ ഈ പെൺകുട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടോക്കാം. അവൾ തന്റെ അനുഭവങ്ങൾ പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. അസ്സലാമു അലൈക്കും. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വോയിസ് ചെയ്യുന്നത്. എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളോടാണ്. കാരണം ഞാൻ അനുഭവിച്ച ഈ ഒരു വേദന, ഈ ഒരു പെയിന്, ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ഡ്രാമ വേറൊരു പെണ്ണിന് വരല്ലേന്ന് കരുതിയിട്ട് മാത്രമാണ് എനിക്കിങ്ങനെ പറയേണ്ടി വരുന്നത്. ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ചതിക്കപ്പെട്ട എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാറുള്ളത്. ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് കരുതിയാണ് ഞാൻ എന്റെ അനുഭവം ഷെയർ ചെയ്യുന്നത് എന്നൊക്കെ തന്നെയാണ് എല്ലാവരും പറയാറുള്ളത്. പക്ഷെ എന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇതൊക്കെ കേട്ടാലും പിന്നെയും പെൺകുട്ടികൾ ഓരോ കെണിയിൽ ചെന്ന് വീഴും, ടോക്സിക് ബന്ധങ്ങളിൽ പോയി ചാടും. അല്ലെങ്കിലും ഈ ടോക്സിക് ബന്ധങ്ങളോട് ചില പെൺകുട്ടികൾക്ക് ഭ്രാന്തമായ ഇഷ്ടമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല ചെക്കന്മാരൊന്നും അവർക്ക് പറ്റൂല. ടോക്സിക് ആണോ എന്നാ പിന്നെ ലോട്ടറി അടിച്ച പോലെയാണ് അവർ. പക്ഷെ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് താൻ പെട്ടുപോയെന്ന് അവർ മനസ്സിലാക്കത്തുള്ളൂ. പ്രണയത്തിനൊരു പ്രശ്നമാണത്. എന്തായാലും ഈ ഫോട്ടോയിൽ കാണുന്ന മുഹമ്മദ് ജാഫർ എന്ന ഈ വ്യക്തി കാസർഗോഡുകാരനാണ്. ഞങ്ങൾ 3 വർഷത്തിലായി സ്നേഹത്തിലായിരുന്നു. ഞാനൊരു ഹിന്ദു ആയിരുന്നു. എന്നെ ഇസ്ലാമിലേക്ക് മാറണമെന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ പൂർണ്ണമായിട്ടും എല്ലാം ചേഞ്ചാക്കി, എൻ്റെ ഫാമിലിനെ എന്നിൽ നിന്ന് അകറ്റി, എന്നെ അവരിൽ നിന്നെല്ലാം വെറുപ്പിച്ച്. ഇതാണ് പ്രശ്നം. മതം മാറാൻ പറഞ്ഞപ്പോ തന്നെ ശരിയാവില്ല എന്ന് ഈ പെൺകുട്ടി തിരിച്ചറിയണമായിരുന്നു. രണ്ടുപേരും പ്രണയിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്തിനാണ് മതം മാറേണ്ട ആവശ്യം? മതത്തെ അല്ലല്ലോ അവൻ പ്രണയിച്ചത്, ആ പെൺകുട്ടിയെ അല്ലേ. വേണമെങ്കിൽ അവൻ മതം മാറിക്കോട്ടെ, എന്റെ അത് പറ്റൂലേ? എന്റെ അഭിപ്രായത്തിൽ രണ്ടുപേരും മതം മാറരുത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിർബന്ധിച്ച് മതം മാറ്റുകയെങ്കിലും ചെയ്യരുത്. മതം മാറിയാലേ കല്യാണം കഴിക്കുമെന്ന് എന്ന് നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം ഉപേക്ഷിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. കാരണം അവരെ നിന്നേക്കാളും വലുത് മതവും വീട്ടുകാരുടെ താല്പര്യവും ഒക്കെയാണെന്നുള്ളതാണ് മതം മാറാൻ നിർബന്ധിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കി നോക്കാം. ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഉണ്ടായത് അനുഭവങ്ങൾ ഒരുപാട് ദുരന്തമായിരുന്നു. ഇവന് ഒരുപാട് മാനസികമായിട്ട് പീഡിപ്പിക്കുമായിരുന്നു, ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. പക്ഷെ ഇവന് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. പക്ഷെ ആ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അതറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. ഇവർ അവിടെ ജോലിക്ക് പോകുന്നിടത്ത് തന്നെ പ്രോപ്പറായിട്ടൊരു ജോലിക്ക് പോവുകയോ എടുക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവനെപ്പോഴും ഈ ഡ്രഗ്സിൻ്റെ അടി മാത്രമായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐഫോണും എൻ്റെ ഗോൾഡും കാര്യങ്ങളെല്ലാം വിറ്റിട്ടു ഇവന് ഇതുപോലെ തന്നെ ഡ്രഗ്സും കാര്യങ്ങളെല്ലാം അടിച്ച് നടന്നിരുന്നു. ഞാൻ ഇവനോട് ചോദ്യം ചെയ്തപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞത് അത് അവിടെ കൊടുത്തു എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഇവന് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ അതൊന്നും ഒരു പ്രോപ്പറായിട്ടൊരു ആൻസർ ആയിരുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഇവനോട് കൂടുതലൊന്നും ചോദിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ എൻ്റെ ഫാമിലിനെ വെറുപ്പിച്ച് ഇവനോട് പോയതുകൊണ്ട് എനിക്ക് ഇവനോട് കൂടുതലൊന്നും ചോദിക്കാൻ പറ്റിയിരുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഫാമിലിയെ വെറുപ്പിച്ച് പോയത് കൊണ്ട് തന്നെ ഇവർ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും ഇവൾക്ക് അത് ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇങ്ങനെയുള്ള ഒളിച്ചോട്ടത്തിൽ പെൺകുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇത് തന്നെയാണ്. ഒളിച്ചോട്ടം ഒരു അബദ്ധമായി പോയെന്ന് തിരിച്ചറിയുമ്പോഴേക്കും പിന്നെ കൂടെ നിൽക്കാൻ ആരും കാണില്ല. ഇവിടെ പെൺകുട്ടിയുടെ ഫാമിലി നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ? ഇല്ലല്ലോ. കാരണം അവരുടെ വാക്കിന് വില കൽപ്പിക്കാതെ അവൾ ഇറങ്ങിപ്പോയത്. സോ വീട്ടുകാർക്ക് പിന്നെ അവളുടെ വിഷയത്തിൽ ഇടപെടാൻ മടിയുണ്ടാക്കും, സ്വാഭാവികമാണ്. എന്നാലും ആകെ പെട്ട് പണ്ടാരം മടിയെന്ന് കണ്ടു കഴിഞ്ഞാണെങ്കിൽ പല വീട്ടുകാരും പെൺകുട്ടികളെ സ്വീകരിക്കാൻ തയ്യാറാവാറുണ്ട്. പക്ഷെ പണ്ടത്തെ സ്നേഹവും കരുതലും ഒന്നും പിന്നീട് വീട്ടുകാരിൽ നിന്ന് കിട്ടൂല എന്ന് മാത്രം. ഒരു അധികപ്പറ്റായി ജീവിക്കേണ്ടി വരും. എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവർക്കും വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവന് അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ബാക്കി നോക്കാം. ഇവന്
പ്രോപ്പറായിട്ട് ജോലിക്കും കാര്യത്തിനും പോകാത്തതുകൊണ്ട് ഓൾറെഡി ഷോപ്പിൽ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓൾറെഡി അവർ വാൺ ചെയ്തിരുന്നു, നിനക്ക് ഇനി ക്യാൻസൽ അടിച്ചു വിടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒക്കെ കുറച്ച് ദിവസം നല്ലപോലെയൊക്കെ പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ തുടർന്നു. എന്നെ അടിക്കുകയും മാനസികമായിട്ട് ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ സൂയിസൈഡിന് ശ്രമിച്ചു. അതും വലിയ പ്രശ്നമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഷോപ്പിലുള്ളവരെല്ലാം പറഞ്ഞു ഓനെ വിലക്കി, കാര്യങ്ങളെല്ലാം പിന്നെ മുന്നോട്ട് പോയി. പിന്നെ ഇവൻ ഇത് തന്നെ തുടർന്നു. അങ്ങനെ അവർക്ക് ക്യാൻസൽ അടിക്കേണ്ടി വന്നു. അങ്ങനെ ഇവൻ നാട്ടിലേക്ക് പോയി, ഞാനും നാട്ടിലേക്ക് വന്നു. അതിനുശേഷം ഇവനാണെങ്കിൽ എന്നെ കാണാൻ വീണ്ടും ഹൈദരാബാദിലേക്ക് വന്നു. അവിടെ റൂം എടുത്തു. നമുക്ക് വിവാഹം കഴിക്കാം, നമുക്കൊന്നിച്ച് ജീവിക്കാം, നവംബറിൽ എവിടെയെങ്കിലും പോവാം, സെറ്റിലാവാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീണ്ടും വന്നത്. വന്നതിന് ശേഷം ഇവൻ എന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോയി. പോയതിന് ശേഷം പിന്നെ ഫോണിൽ വിളിക്കുമ്പോൾ ഇവൻ്റെ ഫോൺ സ്വിച്ച് ഓഫും നോട്ട് റീച്ചബിൾ എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഞാൻ അയച്ച മെസ്സേജിനൊന്നും ഇവന് റീപ്ലൈ തരുന്നില്ല. അങ്ങനെ ഇവൻ്റെ വാപ്പയ്ക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവനിവിടെ ഇല്ല, ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് എങ്ങോട്ടോ പോയി, ഞങ്ങൾക്ക് അറിയില്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എന്താ സത്യാവസ്ഥ ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇവൻ്റെ വീട്ടിൽ കാര്യങ്ങളെല്ലാം ചോദിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ഇവനെ ഫോൺ വിളിച്ചിട്ട് ഓളോട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവന് ഫോണിലൂടെ പറഞ്ഞത് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പോയിക്കോ, അല്ല ഞാൻ നിന്നെ കത്തിച്ച് കളയും എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ തിരിച്ചു പോയി. പിന്നെ ഇവൻ്റെ പേരിൽ എനിക്ക് കേസ് കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെ ചീറ്റ് ചെയ്തിട്ട് പോയ ഒരാളുടെ പേരിൽ ഇങ്ങനെ എൻ്റെ മാനസികാവസ്ഥ കൊണ്ട് എനിക്കിങ്ങനെ കൊടുക്കേണ്ടി വന്നു. ഞാനങ്ങനെ കേസ് കൊടുത്തതിന് ശേഷമാണ് ഇവനെപ്പറ്റി എനിക്ക് ശരിക്കും അറിയാൻ പറ്റിയത്. ഇവനെ ഞാനല്ലാണ്ട് വേറെ കല്യാണം കഴിച്ച് 2 കുട്ടികളുള്ള ഒരു സ്ത്രീ, അവരുടെ കാര്യങ്ങൾ ശരിക്കും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അവർ ഡിവോഴ്സിൽ കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ കൂടെ ഇവൻ ബന്ധപ്പെട്ടു. അവരിങ്ങനെ പ്രഗ്നൻ്റ് ആയി. സെയിം സിറ്റുവേഷൻ എനിക്ക് ചെയ്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ ആ പെണ്ണിനും അങ്ങനെ തന്നെയായി. അവർ ഇതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇവൻ്റെ വീട്ടിലേക്ക് വരുമെന്നും പ്രശ്നമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പ്രഗ്നൻസി കിറ്റിൻ്റെ കാര്യങ്ങളെല്ലാം അവൻ അയച്ചു കൊടുക്കുകയും എന്താണെന്ന് വെച്ചാൽ ഒരു സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അവനാണെങ്കിൽ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും അവൻ്റെ ഫോണ് നമ്പറെല്ലാം ചേഞ്ച് ആക്കി അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്തത്. പിന്നെ അത് പോരാഞ്ഞിട്ട് തന്നെ ഇവന് ഈ പെണ്ണുങ്ങൾ മാത്രമല്ലാത്ത തന്നെ ആണുങ്ങളുമായിട്ട് ഇവന് ഇതുപോലെ തന്നെ ബന്ധമുണ്ട്. ഞാനത് അവൻ്റെ ഫോണിൽ ഞാൻ കണ്ടിട്ടുമുണ്ട്, ഞാൻ ചോദ്യം ചെയ്തിട്ടുമുണ്ട്. ആ സമയത്തേക്ക് ഇവന് വേറെ ഓരോന്ന് കാര്യങ്ങൾ കള്ളത്തരം പറഞ്ഞ് സ്കിപ്പ് ആവുകയാണ് ചെയ്തത്. പിന്നീട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവന് പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളുമായിട്ടും ബന്ധമുണ്ടെന്നുള്ള കാര്യം. ഞാനിപ്പോൾ ഇത്രയും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ആർക്കും വേറൊരു പെണ്ണിനും വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിപ്പം ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പെണ്ണാണ്. കാരണം എൻ്റെ ഫാമിലി എന്നിൽ നിന്നകന്നു പോയി. ഇവൻ കാരണം എനിക്കുണ്ടായിരുന്ന എല്ലാം നഷ്ടമായി. എന്നെ ഒരു ബിഗ് സീറോ ആക്കി ഇവനും പോയത്. എനിക്ക് പറയാൻ വാക്കുകളില്ല. എന്തായാലും ഇവനെ അന്വേഷിച്ചു പോലീസ് ചെന്നിനു. ഇവൻ ഒളിവിലാണ്, ഇവനെവിടെ ഉണ്ടെന്ന് അറിയില്ല. കണ്ടു കിട്ടുന്നവരെന്തായാലും ഇവനെ പറ്റി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കുക. ഇനി ഒരു പെണ്ണിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടി അവസാനിപ്പിക്കുന്നത്. പക്ഷെ എന്റെ ഇത്രയും കാലത്ത് സോഷ്യൽ മീഡിയ എക്സ്പീരിയൻസ് വെച്ച് ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയും ഇതുപോലെ 100 സംഭവങ്ങൾ ഇവിടെ നടക്കും. ഇതൊക്കെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് അങ്ങനെയാണ്. ഇനി ഇങ്ങനെയൊന്നും നടക്കല്ലേ, ആർക്കും ഉണ്ടാകല്ലേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ തന്നെ എന്റെ എത്രയോ വീഡിയോകളുടെ അവസാനം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി ആർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ, അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എവിടുന്ന്? 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും സമാനമായ സംഭവങ്ങൾ വേറെ എവിടെയോ നടന്നതിന്റെ വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരും. അതങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഈ പെൺകുട്ടി ഇവര് വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു, അവരെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. ആ സ്ത്രീയുമായി ഈ പെൺകുട്ടി സംസാരിക്കുന്നതിന്റെ ഓഡിയോ റെക്കോർഡ് ഈ പെൺകുട്ടി തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടോക്കാം. നടത്തിയിട്ടുണ്ട്, അബോഷനായി. ജാഫറാണോ ഉത്തരവാദി? അതെ. എന്നിട്ട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നിങ്ങൾ പറഞ്ഞു ഒരു വട്ടം. ഞാൻ കാരണം എന്റെ അറിയാലോ, നേച്ചറാണല്ലേ പറഞ്ഞത്. അതെ, നമ്മൾക്ക് തിരിച്ചായി കുളിച്ചു കഴിഞ്ഞ് ഒരാഴ്ചത്തോളം ഓവലേഷൻ ടൈം അല്ലേ? അതെ, ആ സമയത്താണ് നിങ്ങൾ മീറ്റ് ആയത്. എനിക്കിനൊക്കെ എന്ത് പറയണോന്ന് അറിയുന്നില്ല. എന്റെ സമാധാനം തെറ്റിപ്പോന്നു. എന്റെ ലൈഫ് നശിച്ചു. ഈ ഒരു കാര്യം നമ്മളൊരു അബോഷൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പെണ്ണായതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ നശിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോളം കൊണ്ടായിരിക്കും. ഞാൻ 2 പ്രസവിച്ചതാണ്. ഒരു കുഞ്ഞിനെ അറിഞ്ഞുകൊണ്ട് കൊല്ലുമ്പോൾ എന്തുമാത്രം വിഷമം ഉണ്ടായിരിക്കും. എനിക്ക് 2 മക്കളുള്ള. പറയാനോ വാക്കുകളില്ല. അറിയോ, ഞാനല്ല ഞാൻ എത്ര വിഷമിക്കുന്നുണ്ടെന്നറിയോ? പഠിച്ചറമ്മേ, എനിക്കറിയോ, ഞാൻ ഈ 2 മാസം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന വേറെ ഇല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവൂല. ഞാൻ അത്രയ്ക്കും ചെയ്തിട്ടുണ്ട്.
ഒന്നും സംസാരിക്കണ്ട. എന്റെ ഭാവിയോട് എനിക്ക് പറയാനില്ല. ഒരു ഫ്രണ്ട്സ് ഇല്ല, ആരുമില്ല എനിക്ക്. അത്രയ്ക്ക് ആരുമില്ല എനിക്ക്. അത്രയ്ക്ക് ഞാൻ പ്രശ്നമായ കാര്യം എനിക്കറിയാം. ഇത് ആര് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. കാരണം പക്ഷെ എനിക്ക് ഈ ഓൾറെഡി ഇത് കേസ് നടന്നുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ എന്തെങ്കിലും നോക്കിയേനെ. കാരണം എനിക്ക് 2 മക്കളുണ്ട്. ഞാൻ അവരെ നൊന്ത് പ്രസവിച്ചു. ഇത് കൊല്ലുമ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടായിരിക്കും നിനക്കറിയാലോ. കാരണം നീയും ഒരു അബോർഷൻ ചെയ്തിട്ടുള്ളതല്ലേ. അതിന്റെ ബ്ലീഡിങ് ആ ഡോക്ടറെ പോലും കാണാൻ പറ്റാഞ്ഞിട്ട് അതിന്റെ ബ്ലീഡിങ് 2 മാസമായിട്ട് ബ്ലീഡിങ് ആണ്. ഞാൻ ഒരു ദിവസം പോലും ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല. ഞാൻ ഈ ഗുളിക കഴിച്ച് പിറ്റേന്ന് മുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സീസൺ ടൈപ്പാണ്. ഞാൻ ഗുളിക കഴിച്ച് താമസിക്കാം. അതായത് എന്റെ പേജ് തെറ്റി കഴിഞ്ഞിട്ടാണ് ഞാൻ കുറേ ദിവസം വെയിറ്റ് ചെയ്തു. കുറേ സാധനങ്ങൾ കഴിച്ചു. ചേച്ചി ഒരു പെണ്ണ് വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ച് വന്നിട്ട് ഇതൊക്കെ കേൾക്കുമ്പോ എത്രത്തോളം സങ്കടം ഉണ്ടെന്ന് ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒറ്റ പ്രാവശ്യം ഫിസിക്കലി ഞങ്ങൾ തമ്മിൽ ചെയ്തിട്ടുള്ളൂ. ശരി, സമ്മതിച്ചു, നിങ്ങൾ ഒറ്റ പ്രാവശ്യം ചെയ്തു. പക്ഷെ അവരങ്ങനെ ചെയ്യാനുള്ള മനസ്സ് തോന്നിച്ചില്ലേ? എന്നെ പറ്റി ഒരു ചിന്തിച്ചോന്, എന്നെ പറ്റി ഒന്ന് ചിന്തിച്ചോ? എന്റെ ആവശ്യം എനിക്ക് എന്റെ വെയിറ്റ് എന്നോട് പറഞ്ഞ സ്റ്റോറിക്കകത്ത് 2 വർഷം മുന്നേ ബ്രേക്കപ്പ് ആയി, ഓള് തേച്ചിട്ട് പോയി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അച്ഛനമ്മ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലാണോ? കൊറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ആരെയും നോക്കിയിട്ടില്ല. എന്നെ കണ്ടപ്പോ എന്താ പറയത്തില്ല, പെട്ടെന്ന് ഇതായിട്ട് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ സംസാരിച്ചിട്ടാണ് ഞാൻ മാറി നിന്നിട്ടും ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ കുറെ പേരുണ്ടല്ലോ. ഞങ്ങൾ കുറെ ഗേൾസും അത് കുറെ ബോയ്സും ഉണ്ടായിരുന്നു. അപ്പൊ അവരെ കമ്പയർ ഞാൻ മാറി നിന്നിട്ടും എന്നെ കൈ പിടിച്ചവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് സംസാരിച്ചത്. എന്റെ ജാബിനെ പറ്റി തന്നെയാണ് കളി പറയുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നിന്റെ ജാബിനെ പറ്റി തന്നെയാണ് ഈ പറയുന്നത്. വേറെ ആരെ പറ്റി പറയാനാണ്? ഇത്രയും പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ലേ? നിന്നെ ദുബായിൽ കൊണ്ടുപോയി ഉപദ്രവിച്ചില്ലേ? നിന്നെ നാട്ടിൽ വന്നതിന് ശേഷം ഉപേക്ഷിച്ച് പോയില്ലേ? എന്നിട്ടും അവനെ കുറിച്ച് ഇതൊക്കെ കേൾക്കുമ്പോ എന്തിനാ പെണ്ണെ നീ ഞെട്ടുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്റെ ജാബിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നാണ് ഇവള് ചോദിക്കുന്നത്. ഇപ്പോഴും എന്റെ ജാബിറാണ് ഇവള്. ഇത്രയൊക്കെ ഇവൻ ചെയ്തു കൂട്ടിട്ടും എന്റെ ജാബിർ എന്ന് വിളിച്ചാണ് ഇവനെ അഭിസംബോധന ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. നോക്കിക്കോ, ഇനി നാളെ ഇവന് മുത്തേ പൊന്നെ എന്നൊക്കെ വിളിച്ച് തിരിച്ചു വന്നതാണെങ്കിൽ ഇവനെ 2 കൈ നീട്ടി സ്വീകരിക്കും. എന്നിട്ട് ഇവന് അവന്റെ കടി മാറുമ്പോൾ വീണ്ടും ഇവളെ ഇട്ടേച്ച് പോകും. എന്നാലും പിന്നെയും ഇവനെ സ്വീകരിക്കാൻ തയ്യാറാവും. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തൊക്കെ ക്രൂരതകൾ ഏറ്റു വാങ്ങേണ്ടി വന്നാലും ആ ആണൊരുത്തൻ പിന്നെയും വന്നാൽ ചില പെണ്ണുങ്ങൾ വീണ്ടും വീണു പോകും. എന്നിട്ട് ഇതേപോലെ കരിഞ്ഞ് വീഡിയോ ചെയ്യും. ഇവിടെ അൾട്ടിമേറ്റ്ലി തെറ്റ് ചെയ്യുന്നത് ആണുങ്ങൾ തന്നെയാണ്. പക്ഷെ ഇത്രയ്ക്ക് കൊള്ളരുതായ്മകൾ ചെയ്തിട്ടും ഇവനെ വീണ്ടും സ്വീകരിക്കാൻ തയ്യാറാകുന്ന പെൺകുട്ടികളും തെറ്റുകാരാണെന്ന് പറയാതെ വയ്യ. ബാക്കി കണ്ടോക്കാം. എന്റെ കയ്യില് നിൽക്കുമോ? എനിക്ക് ഞാൻ വാട്സാപ്പ് ഉണ്ടോ? ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. വല്ലാതെ ഇത്ര വിഷമിക്കുന്നുണ്ടെന്ന് അറിയോ ഞാന്. ആരുമില്ലാണ്ട് ഫോട്ടോ ഉണ്ട്, ഞങ്ങൾ 2 പേരും നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. സത്യം പറഞ്ഞ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടായിട്ട് ഇവന് ഇങ്ങനെ കാണിച്ചത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവരിങ്ങനെ പോകുന്നത് ഞാൻ വിചാരിച്ചിട്ട് പോലും ഞാൻ അവരൊരു കുറവ് വരുത്തിയിട്ടില്ല. അവർ കല്യാണം കഴിക്കാമെന്ന് പറയുകയും ചെയ്ത് എന്റെ വൈഫാണ് എന്റെ വൈഫിനോട് അല്ലാതെ ഞാൻ പിന്നെ ആരോട് ചോദിക്കലെന്ന് പറയുന്നവരോട് ഞാൻ പിന്നെ എന്ത് പറയല്ലേ? അവനെന്നെ പറ്റി ഒന്ന് ചിന്തിച്ചു പോലില്ല. നിങ്ങളുടെ അടുത്ത് വന്നപ്പോ എനിക്ക് നിങ്ങളുടെ മുന്നിൽ കഴിയുന്നില്ല. ഞാനൊന്നുമല്ലാത്തവളായി പോയി. ഞാനൊരു ഡെമ്മി ആയി പോയില്ലേ? ഒന്നിനും കൊള്ളാത്തവരായില്ല. ഞാനൊരു ലോകത്തിലെ ഏറ്റവും വലിയ ഫെയിലായെന്ന് ഞാനാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ലോകത്ത് ഏറ്റവും വലിയ തോൽവിയാണ് ഞാനൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു ജാബറിൽ തീരുന്നതല്ല ജീവിതം എന്ന് മനസ്സിലാക്കുക. ഈ സമയവും കടന്നു പോകും. ഇനിയും എത്രയോ ജീവിതം നിങ്ങളിൽ ബാക്കിയുണ്ട്. നല്ലത് എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുക, പ്രയത്നിക്കുക. പോയതിൽ ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അൾട്ടിമേറ്റ്ലി അവരാണ് തെറ്റുകാരൻ എന്ന് മനസ്സിലാക്കുക. ബാക്കി കണ്ടോക്കാം. അവരെന്നെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. പഠിച്ചോളിലേക്ക് വരുത്തും. അറിയോ ഞാന് അറിയാതെ നിന്നോട് അറിയത്തില്ല. ഒരു കാര്യം പറയട്ടെ, ഈ കല്യാണം കഴിച്ചു ഇപ്പൊ ഡിവോഴ്സ് ആയില്ലെങ്കിലും ഇനിയിപ്പോ ഒരു ചെറുക്കൻ അഡ്മിന്റെ ഭർത്താവ് ഒരു പെണ്ണിലൂടെ പോയതറിയുമ്പോ എന്റെ സിറ്റുവേഷൻ എന്തായിരിക്കും? നീ പറ. ഇങ്ങനെ കടന്നു കഴിയുമ്പോ നീ തകർന്നു പോവില്ലേ? പറ, പോവില്ലയോ? അത് തന്നെയല്ലായിരിക്കും. ഓന്റെ വൈഫാണ് എല്ലാരും അറിയിച്ചു, ദുബായിലെല്ലാരും അറിയിച്ചു. എന്റെ ഹോസ്റ്റലിൽ വന്ന് എല്ലാവരോട് പറഞ്ഞു, ജോലി ചെയ്തെടുത്ത് പറഞ്ഞു. പറയാത്ത ഒരു സ്ഥലം പോലും ഇല്ല. ബാക്കി
ഇതെടുത്ത് സാലറി വരെ വാങ്ങാൻ പറ്റിച്ച് എന്റെ ഹസ്ബൻഡ് അത് പറഞ്ഞിട്ടോ വന്ന് വാങ്ങിച്ചത്. നിന്റെ അടുത്ത് എപ്പോഴാണോ വന്നെന്ന് പറഞ്ഞേ? എന്റെ അടുത്ത് ഒക്ടോബർ 7-ാം തീയതി. ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തത് സെപ്റ്റംബറിലാണ്. ഞങ്ങൾ സെപ്റ്റംബറിലാണ് കാണുന്നത്. ഒക്ടോബറിൽ അവന്റെ വീട്ടിലുണ്ടായിരുന്നു. ഒക്ടോബർ 1-ാം തീയതി എന്നെ വിളിക്കുന്നുണ്ട്, വീട്ടിലാണെന്ന് പറയുകയും ചെയ്തു. കാരണം വീട്ടിൽ നിൽക്കുമ്പോൾ അവർ ഒത്തിരി ആയിട്ട് ഇങ്ങനെ വിളിക്കലില്ല. സെപ്റ്റംബർ സമയത്തൊക്കെ എന്നെ എപ്പോഴും വിളിക്കലുണ്ട്, റൂമിൽ നിൽക്കുന്ന സമയത്ത് വിളിക്കലുണ്ട്. പക്ഷെ എന്നോട് പറയല് എനിക്ക് തലവേദന കഴിഞ്ഞ നേരത്തെ കിടന്ന് ഉറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എനിക്കില്ലേ, എനിക്ക് ഫസ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഡൗട്ട് അടിച്ചിരുന്നത് വേറെ ആരോട് പോയിട്ടുണ്ടോ, ഞാൻ അവരോട് ചോദിച്ചതാ. അപ്പൊ പറഞ്ഞില്ലാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ മനസ്സിലാക്കിയില്ല. അവൻ പറയുന്നത് പിന്നെ വിശ്വസിച്ചത് എന്താ അങ്ങനെ അവൻ പറഞ്ഞ വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ ഏറ്റവും പഠിച്ചവൻ അപ്പോഴെങ്കിലും അല്ലേ ഇവന്റെ തനി സ്വഭാവം എനിക്ക് കാണിച്ചു തന്നിരുന്നെങ്കിൽ അപ്പോഴെങ്കിലും എനിക്ക് സെപ്റ്റംബറിൽ എന്നെ വിളിക്കില്ലായിരുന്നു. അപ്പം എന്നെ എന്ത് വിളിക്കുമായിരുന്നു? ഒരു ദിവസം പോലും വിളിക്കായിരുന്നിട്ടില്ല. എന്ത് വിളിക്കൂ? വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതിനെ പറ്റി ഗുലുമാലായിരുന്നു, എനിക്ക് വരണോന്ന് പറഞ്ഞിട്ട്. അപ്പൊ പൈസ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു ബേബി പൈസ കിട്ടിയിട്ട് പൈസ ഇട്ട് തരാം അപ്പവാന്ന് പറഞ്ഞു. ഒരു പെണ്ണിന്റെ മുന്നിൽ കരയോ, അത് ചെക്കാന് അവളോട് പോയി കടന്നു എന്ന് പറഞ്ഞിട്ട് എത്ര വേദന ഉണ്ടാവും ചിന്തിച്ചോ. അറിയാതെ അത് പോരാഞ്ഞിട്ട് ഓറ്റ പൊട്ടിയിലേക്ക് ചുമതെന്ന് പറയുമ്പോ ഞാൻ ആരായി ഒരു ചിന്തിച്ച് നോക്ക്. ഞാൻ അതൊക്കെ മറക്കുന്ന ഒരു കാര്യം നീ വെറുതെ ഓർമ്മിപ്പിക്കില്ല. വെറുതെ അത് മറക്കാൻ പറ്റും. ഇതൊക്കെ വലിയൊരു ലൈവുണ്ട്. എന്റെ ഭാവിയിലെല്ലാം കഴിച്ചിട്ടാ ഞാൻ ഓട്ടോടെ വന്നത്. അറിയോ, എനിക്ക് പോകാൻ ഒരു സ്ഥലമില്ല. 6 എക്സോകാരനെ കൊണ്ട് ഇപ്പൊ നിൽക്കുന്നത്. ഒരു ചേച്ചി സഹായിച്ചുകൊണ്ട് മാത്രം ഞാനിപ്പോ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അറിയോ, ഹോസ്റ്റലിൽ ഫീസ് പോലും കൊടുത്തിട്ടില്ല. പോയപ്പോ തൊട്ട് ഞാൻ ജോബ് റിസൈൻ ചെയ്ത എന്തുകൊണ്ട് കുറെ നടക്കും. അതേ വിധേ അവിടെ ഒരു പെണ്ണിനെങ്കിലും ഇങ്ങനെ അവസ്ഥ വരുമോ? സാധാരണ ഏതെങ്കിലും ഒരു പെണ്ണിങ്ങനെ സ്റ്റേ കഴിഞ്ഞാല് അവര് വിട്ടിട്ട് പൈസ വേണമെങ്കിൽ ഇങ്ങോട്ട് മേടിക്കും. എന്നിട്ട് എന്താക്കും, പോന്നേക്ക് പോട്ടേന്ന് വിചാരിച്ചിട്ട് അടുത്താളെ നോക്കും. എന്നിട്ട് ഞാൻ ഇന്ന് നന്നാകും നാളെ നന്നാകും വേണ്ടി സ്നേഹിക്കും, നല്ലപോലെ നിൽക്കുന്നു. കാര്യങ്ങളെല്ലാം ആക്കും. വരുമ്പോ ഇതിനൊരു കുറവാക്കൂല. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഡൗട്ട് തോന്നൂല. പക്ഷെ ഇങ്ങനെ ഫിസിക്കലി നടന്നപ്പോ എനിക്കൊരു ഡൗട്ട് അടിച്ച് നിങ്ങളുടെ അടുത്ത് അവിടുന്ന് വന്നപ്പോ അത് ഞാൻ ചോദിക്കുകയും ചെയ്തു. നീ ചേഞ്ച് ആയത് ഞാൻ പറയുകയും ചെയ്തു. പക്ഷെ അവരെന്നോട് അത് തുറന്നും പറഞ്ഞില്ല. പഠിച്ചവൻ ഇപ്പൊ കണ്ട എത്ര നല്ലവനായതുകൊണ്ടല്ലേ എനിക്ക് ഇതെല്ലാം കാണിച്ചു തന്നു. പക്ഷെ കാണിക്കാൻ വൈകിപ്പോയി. എല്ലാം കഴിഞ്ഞപ്പോഴല്ലോ പഠിച്ചവൻ കൊണ്ട് കാണിച്ചത്. എന്റെ ജീവിതം ഇങ്ങനെ കുട്ടിച്ചോറാക്കി. ഞാൻ ആരോട് പറയും ഇതിന്റെ വിഷമം? ഞാൻ ആരോട് പറയുന്നു? പറയാൻ ആരുമില്ല എനിക്ക്. എന്റെ വിഷമം കാണാൻ പോലും ആരുമില്ല. പഠിച്ചു വന്നിട്ട് ഇല്ല ചന്തിക്കൊക്കെ ഉള്ളത്. നിങ്ങൾ പെണ്ണേനെ ഞാനും പെണ്ണ് തന്നെ. അവരിങ്ങനെ മനസ്സ് നിങ്ങളോട് വരാന് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം ഞാൻ എത്ര വിശ്വസിച്ചിട്ടുണ്ടെന്നറിയോ? പറയാൻ വാക്കുകളില്ല. ഓർക്കുമില്ല. ജീവിക്കണമെന്ന് പോലെ തോന്നില്ല എനിക്ക്. ജീവിക്കാനാ തോന്നി. ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. ആത്മഹത്യയൊന്നും ഒന്നിനും പരിഹാരമല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു ജാബറിൽ തുടങ്ങി അതേ ജാബറിൽ അവസാനിക്കേണ്ടതല്ല നിങ്ങളുടെ ജീവിതം. അത് മറക്കരുത്. നിങ്ങൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുകയല്ല ഇപ്പോൾ ചെയ്യേണ്ടത്. ജീവിതത്തിൽ എങ്ങനെ തിരിച്ചു വരാം എന്നതിനെ കുറിച്ച് ആലോചിക്കൂ. അവന്റെ മുന്നിൽ ഇനിയും തോറ്റു കൊടുക്കരുത്. അവൻ ഇനിയും ചിലപ്പോൾ ഒലിപ്പിച്ചു വരും. പക്ഷെ ഇനി ഒരിക്കലും അവനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നാലും നിങ്ങൾ വിജയിക്കത്തുള്ളൂ. അല്ലാതെ ആത്മഹത്യയെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് വെറുതെ നല്ലൊരു ജീവിതം വേസ്റ്റ് ആക്കരുത്. ബാക്കിയുണ്ടോ? പറഞ്ഞ അറിയില്ല. കാരണം ഞാൻ അത്രത്തോളം ട്രാവൽ കൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു അഭിമാനം ഉണ്ടായിരുന്നു എന്റെ ചക്കര അവരൊന്നും ചെയ്യില്ലല്ലോ എന്ന്. പഠിച്ചവനായിരുന്നു സത്യം പറഞ്ഞതാ ഞാൻ. പക്ഷെ ഇതാർക്കും ഞാൻ ചങ്ക പൊട്ടിപ്പോയി. അറിയോ, പറയുന്നവരോടെല്ലാം ഞാൻ ഇതുവരെ ഒരു കുറ്റം പറഞ്ഞു കൊടുത്തില്ല.
ഞാൻ പറഞ്ഞത് അവന്റെ ഫാമിലിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. ഇജാദിന്റെ കാര്യം പറഞ്ഞ് പ്രശ്നമാക്കിയിട്ടാണ് അവര് മാറിയതെന്ന് ഞാൻ പറയുന്നത്. അപ്പോഴും ഞാനും അവരെന്നെ ചെയ്തെടുത്തത് ഒരു കാര്യം പോലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം എന്ത്, നാളെ ഒരിക്കലും അവനെ പറ്റി അവർ പാടായിട്ട് ചിന്തിക്കല്ല. ഞങ്ങൾ നാളെ ഒന്നായി കഴിഞ്ഞാല് അവരൊരു വൃത്തിയുടെ ചെക്കനാണെങ്കിലും ഒരു പകുതി ചെക്കനാണ്, നാളെ തല്ലുന്നവനാണ്, അങ്ങനെ ഒന്നും ചിന്തിക്കലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാതെ എന്നിട്ടില്ല. എന്നൊക്കെ പറഞ്ഞിട്ടാണെന്നറിയോ എന്റെ വീട്ടിൽ എന്നെ ഇറങ്ങിക്കൊണ്ട് പോകട്ടെ എല്ലാം നശിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ ഇതൊന്നും നീ അറിയാതെ നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടെ പറ്റുമെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. കാരണം ഇത്രയും ശ്രമിച്ച ഒരാളെ കുറിച്ചിട്ട് നമ്മൾ ഇതുവരെ കേസ് കൊടുത്ത കാര്യവും നീ വീട്ടിൽ വന്ന കാര്യവും ഒക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ ഈ ഒരു കാരണം ഞാൻ വീട്ടിൽ വന്ന്, അതായത് ഞാൻ കാർഡിട്ട് നോക്കി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ഷാലുവിനെ ഞാൻ വിളിച്ചു. അവനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ, ഒന്ന് അറിയിക്കാൻ എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ പിന്നെ പറഞ്ഞു വേണ്ട, എനിക്കിത് അബോർഷൻ ചെയ്യണം, നീ എന്റെ കൂടെ. അപ്പൊ അവൻ പറഞ്ഞു അവൻ വരാൻ എന്റെ കൂടെ ഹോസ്പിറ്റലിൽ തന്നെ. ഞാൻ പറഞ്ഞു അത് വേണ്ട. അപ്പോഴാണ് അവൻ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതുപോലെ നീ വീട്ടിൽ വന്നു, വീട്ടില് ഓളിപ്പോ ഓന്റെ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു നന്നായി. ഇതുപോലൊരു ഫ്രോഡിന് ഇത്രയും വലിയ പ്രശ്നം, അവിടെ ഭയങ്കര സീനാണോ, അവിടെ ഇല്ല ഓടിലാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു പെണ്ണിന്റെ കണ്ണുനീര് വീട്ടിട്ടല്ലേ അവിടെ ഇവിടുന്ന് പോയിട്ട്. അപ്പൊ അവൻ നന്നായിട്ട് അനുഭവിക്കുക തന്നെ ചെയ്യും. പെട്ടെന്നൊന്നും അത്ര ഇതാവാൻ പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു അവനോട്. അപ്പൊ അവൻ എന്നോട് കളിയാക്കി ചോദിച്ചു, നീ എന്തുവാടി പ്രാഗി? ഞാൻ പറഞ്ഞിട്ട് ഞാൻ പ്രാഗിയില്ലേ, പരസ്യവും കാണുന്നില്ലേ ഈ പെണ്ണിനെ ഇങ്ങനെ ആക്കിയിട്ട് പോകുന്നത്. നമ്മളിപ്പം നമ്മുടെ കൂടെ ഇപ്പൊ നമ്മള് അല്ലെങ്കിൽ മോശമായിട്ട് നടക്കുന്ന ഒരു പെണ്ണാവുന്നത് ഓക്കെ, എന്റെ ഇതുകൊണ്ട് മതി. പക്ഷെ ഞാൻ അവനെ അത്രയും വിശ്വസിച്ചിട്ട് തന്നെയാ. കാരണം എന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവൻ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ വിചാരിച്ചെന്താ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. ഒരു ദിവസമായിട്ട് ഇങ്ങനെ. അപ്പൊ ഈ 3 വർഷം ഇത് എന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്നോട് പറഞ്ഞത് എന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ എന്റെ ഉമ്മയും അപ്പയും കേട്ടും എന്നെ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല. എന്നോട് പറഞ്ഞത് ഒരു തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് എന്റെ നാട്ടിലേക്ക് വാ, നവംബറിലേക്ക് നാട്ടിൽ വാ എന്താ വരുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് വരെ അയച്ചു, ബേബി അപ്പൊ വരില്ല. ഞാൻ പറഞ്ഞു ബേബി വരാമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പിന്നെ അവന്റെ അഡ്രസ്സും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് എല്ലാവരോട് ചോദിക്കുമ്പോ പറയുന്നത് അവൻ അവിടെയാണ് ഇവിടെയാണ്. വീട്ടിൽ പോകാൻ പറ്റില്ല. എന്റെ വീട്ടുകാരെന്റെ വീട്ടിൽ കയറ്റൂല, അറിയോ? ഞാൻ എന്റെ വീട്ടുകാരെ ധിക്കരിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. ഒരുപാട് ഞാൻ അവർക്ക് ഫിനാൻഷ്യലി വരെ നഷ്ടം വരുത്തി. ഉണ്ടായിരുന്ന മാലി കാര്യങ്ങളെല്ലാം ഇവര് വേണ്ടിയിട്ട് പണി വെക്കും എടുക്കും എല്ലാം ചെയ്തു. എത്ര വിഷമിക്കുന്നതാണെന്നറിയോ? നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാനിപ്പോ അവൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹിച്ചതിന്റെ കണക്കും വിഷമിച്ചതിന്റെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിട്ട് ഇനി എന്താണ് കാര്യം? അവന് വേണ്ടി നീ നിന്റെ സമയവും സ്നേഹവും ശരീരവും പണവും എല്ലാം സമർപ്പിച്ചു. പക്ഷെ അവൻ നിന്നെ ചതിച്ചു. അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നല്ലാതെ വേറെ ഇനി വഴിയില്ല. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, കയ്യിലുള്ള പെണ്ണും പണവും ഒക്കെ തീരുമ്പോ അവൻ ഇനിയും നിന്റെ പിറകെ വരും. വീണു പോകരുത്, വീണ്ടും സ്വീകരിക്കരുത്. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നീ വിജയിച്ചു എന്നർത്ഥം. എന്തായാലും നീ ഇപ്പൊ അവനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയെങ്കിലും മറ്റു പെൺകുട്ടികൾ അവന്റെ വലയിൽ ചെന്ന് വീഴില്ല എന്ന് പ്രതീക്ഷിക്കാം. അല്ലാതെ ഇപ്പൊ എന്താ പറയാല്ലേ? എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല.